നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്നെ ഒരാളെ മാത്രം വിശ്വസിച്ചിട്ടാ അനാഥയായി ഇവള് നിന്റെ കൈ പിടിച്ചോണ്ട് ഇങ്ങോട്ട് കയറി വന്നത്. വിഷ്ണുട്ടം പൊയ്ക്കോ. വിശ്വസിക്കാനും കാത്തിരിക്കാനും ഒക്കെ എന്നെക്കാൾ അവകാശപ്പെട്ടവര് അകത്തുണ്ട്. വിഷ്ണു, ഒന്നിങ്ങോട്ട് വാടാ. നീ എന്താടി കരുതിയത്? എന്റെ മകന്റെ താലി കഴുത്തിലിട്ട് ആർക്കോ പിറന്നൊരു കുഞ്ഞിനെയും കൈപിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോ സത്യഭാമ മിണ്ടാതെ നോക്കി നിന്നത് നിന്നെയും നിന്റെ കുഞ്ഞിനെയും ഇലയിട്ട് സൽക്കരിക്കുമ്പോ സാമ്പാർ വിളമ്പാനാണെന്നാണോ? ഇവളെ കൊല്ലണോന്ന് ഞാൻ പ്ലാൻ ചെയ്തതേ തെറ്റ്. ആ കല്യാണം കാണാൻ ഇവൾ ജീവനോടെ ഉണ്ടാവണം. അതിന്റെ വേദനയിൽ ഉരുകി ഉരുകി വേണം ഇവള് ചാവാൻ. അതിലും വലിയൊരു ശിക്ഷ ഇവൾക്ക് കിട്ടാനില്ല. സത്യഭാമേ, നിങ്ങൾ തകർത്തു. A big salute to you. ആ, ക്ഷണിക്കും ഞാൻ. എല്ലാവരും എത്തിയേക്കണം. അല്ല ഭാമേ, അതങ്ങനെ ശരിയാവും? വിഷ്ണുവിന്റെ ആദ്യ ബന്ധത്തിന്റെ ഡിവോഴ്സ് വാങ്ങിച്ചില്ലല്ലോ, പിന്നെ അങ്ങനെ രണ്ടാമതൊരു ബന്ധം? അത് കേസാവില്ലേ? കേസാവണം രാഘവേട്ട. അത് തന്നെയാണ് എന്റെയും ആഗ്രഹം. കേസാവണം. അത് കോടതിയിലെത്തണം. ബന്ധം വേർപിരിയാതെ എന്റെ മകനൊരു വിവാഹം കഴിക്കുന്നത് കുറ്റമാണോന്ന് എനിക്കൊന്നും അറിയണം. നിയമപരമായ കുറ്റം തന്നെ ഭാമേ. ബന്ധം വേർപിരിയാതെ മറ്റൊരുത്തനെ വിവാഹം കഴിക്കുന്നതും അതിലൊരു കുഞ്ഞുണ്ടാവുന്നതും കുറ്റമല്ല, അല്ലേ രാഘവേട്ട? ചോദിക്കാൻ വരുന്നവരെ കോടതിയിൽ നിർത്തി തൊലിയൊരുക്കും ഞാൻ. കളക്ടർ ആണെങ്കിലും കമ്മീഷണർ ആണെങ്കിലും. സത്യഭാമയെ പറയുന്നത്. സത്യഭാമ. എല്ലാവരെയും ഞാൻ വീട്ടിൽ തന്നെ വന്ന് വിളിക്കും. കുടുംബം അടക്കം എല്ലാവരും വന്നേക്കണം കേട്ടോ. വിഷ്ണുവേട്ടൻ ഈ ജന്മം ഒരാളുടെ കഴുത്തിലെ താലി കെട്ടുവെന്ന പൂർണ്ണ വിശ്വാസം നിനക്കുണ്ട്. അതുകൊണ്ട് സത്യയുടെയും പപ്പിയുടെയും ബർത്ത്ഡേ ഒന്നിച്ച് തന്നെ ആഘോഷിക്കും. അതും സത്യാമ്മയുടെ വീട്ടിൽ വെച്ച് തന്നെ, അല്ലേടി? ആശനെ, ചെല്ലാശനെ.
ശാലിനി, എടോ, ഇയാള് സത്യം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. താനിങ്ങനെ സങ്കടപ്പെടല്ലേ? എന്റെ ചങ്ക് പൊള്ളുക താനിങ്ങനെ സങ്കടപ്പെടുമ്പോ. ഞാൻ ഇനി എന്ത് സത്യ പറയേണ്ടത്? സത്യയുടെ കാര്യം ഈ വീട്ടിലെ കുഞ്ഞ് തന്നെയാ സത്യം ഞാൻ പറഞ്ഞില്ലേ? സത്യമേട അതേ ചോര. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ തുറന്നു പറയാ? ചങ്ക് തുറന്നു കാട്ടാൻ പറ്റൂ? എന്നെയല്ലേ വിശ്വാസമില്ലാത്തത്? എടോ, പക്ഷെ ഏട്ടത്തിമ്മ പറഞ്ഞത് ശരിയല്ല ആശാനെ. ഏട്ടത്തിമ്മ വിശ്വാസം വേണമായിരുന്നു ആശാനെ. ഒന്ന് ചോദിക്കും പറയും ചെയ്യാതെ ആശാനെ ചാടിക്കറി കല്യാണം കഴിച്ചത്. ഇട കമല, അത് അങ്ങനെയൊന്നും അല്ല. വിഷ്ണു, ഇട ഡാ, കാർത്തികൻ നിന്നെ അന്വേഷിക്കുന്നു. ഡാ, നീ കഴുത്തിൽ താലി കെട്ടിയ ഭാര്യ. അതിനേക്കാൾ വലുതായിട്ട് ആരാടാ നിനക്ക്? ഒരിക്കൽ നിന്നെ പുറംകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞിട്ട് പോയവളാ. ഡാ, നിന്നെ ഒരാളെ മാത്രം വിശ്വസിച്ചിട്ടാ അനാഥയായി ഇവള് നിന്റെ കൈ പിടിച്ചോണ്ട് ഇങ്ങോട്ട് കയറി വന്നത്. വിഷ്ണുട്ട പൊയ്ക്കോ. വിശ്വസിക്കാനും കാത്തിരിക്കാനും ഒക്കെ എന്നെക്കാൾ അവകാശപ്പെട്ടവര് അകത്തുണ്ട്. ശാലിനി, വിഷ്ണു, ഒന്നിങ്ങോട്ട് വാടാ. കമല, നീ ഫംഗ്ഷന് വന്നതാണോ അതോ? ഞാൻ ദേ പോയി സത്യമേ. ആ, ഓരോ വാനരന്മാർ ഇറങ്ങിക്കോളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.